ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതു രണ്ടും കൽപ്പിച്ചാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ശത്രുക്കൾ അങ്ങനെ അങ്ങ് നടക്കണ്ടെന്നും ശത്രുക്കൾക്ക് പിടി വീഴാനുള്ള സമയമാണെന്നും നമ്മുടെ ഗീതു തീരുമാനിച്ചാൽ പിന്നെ വല്ലതും പറയാനുണ്ടോ? ഗീതു തീരുമാനിച്ചാൽ അത് അവിടെ നടന്നു എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെ രാധികയും വരുണും അല്ലെങ്കിൽ സുവർണയും ഇവരാരും അറിയാതെ അവരുടെ ജീവൻ എടുക്കുന്ന പ്രവർത്തികൾ തന്നെ നമ്മുടെ ഗീതു ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു. ഗീതു അതിനെ തൻ്റെ മാലയെ ആയുധമാക്കിക്കൊണ്ട് ഓരോരുത്തരുടെയും മുന്നിലേക്ക് ചെന്നങ്ങ് നിന്നു കൊടുക്കുവാണ്. അവരെ മാക്സിമം ദേഷ്യം പിടിപ്പിച്ച് അവരുടെ നാവിൽ നിന്നും കേൾക്കേണ്ടതെല്ലാം കേൾക്കുക, പറയേണ്ടതെല്ലാം പറയിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ഗീതു രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിച്ചെന്നു. ആദ്യത്തെ ഇര എന്ന് പറയുന്നത് നമ്മുടെ രാധികാമ്മ തന്നെയാണ്. ഗീതു കഴുത്തേൽ ആ മാല ഇട്ടിട്ട് നേരെ ആ ഒരു ലാപ്ടോപ്പൊക്കെ ആയിട്ട് അവിടെ പോയി അങ്ങനെ ഇരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് രാധിക ഇങ്ങനെ വരുന്നു. രാധികയ്ക്ക് ഗീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചൊറിച്ചിലങ്ങ് തുടങ്ങി. ഗീതു ആണെങ്കിൽ ചൊറിയാൻ മിടിക്കുകയാണല്ലോ, ചെന്ന് കയറി അങ്ങ് ചൊറിയാൻ ഗീതുവും തുടങ്ങി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രാധികയ്ക്ക് ഭയങ്കര കലിപ്പ്. രാധിക ഇങ്ങ് പറന്നിങ്ങ് വന്നു. നീ ആരെയാടി ഈ ഭരിക്കുന്നത്, അല്ലെങ്കിൽ നീ ആരോടാടി ഈ കാണിക്കുന്നത്? മരണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് കരുതി നീ വലിയ ആളാവണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അതിനുള്ളൊരു ടൂണ് രാധിക തന്നെ ഇട്ട് കൊടുത്തു. എന്തായാലും നമ്മുടെ ഗീതു അതിൽ പിടിച്ചങ്ങ് കയറി. എന്താ പറഞ്ഞത്? മരണത്തിൽ നിന്നോ? ഓ, അപ്പം എന്നെ കൊല്ലാനൊക്കെ ആളെ വിട്ടിട്ടുണ്ടോ രാധികാമ്മ? ഗോവിന്ദേട്ടൻ്റെ മുന്നിൽ നല്ലവളായി നിന്നുകൊണ്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ലല്ലേ? ഇത്തവണയും പാളിപ്പോയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദൻ്റെ മുന്നിൽ ഒരിക്കലും നിന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്നോ അല്ലെങ്കിൽ എൻ്റെ ആളുകളാണോ എന്ന് നിനക്ക് തെളിയിക്കാൻ കഴിയില്ല. കാരണം നീ ബിഗ് സീറോയാ, ബിഗ് സീറോ. നീ ഇവിടെ കിടന്ന ആളാകുന്നത് മാത്രമേ ഉള്ളൂ. ഈ ജീവിതത്തിൽ ഒരിക്കലും ഗോവിന്ദൻ്റെ ഭാര്യയായി ഗോവിന്ദൻ്റെ കൂടെ നീ ജീവിക്കാൻ പോകുന്നില്ല. അതുമാത്രമല്ല, ഗോവിന്ദൻ്റെ മനസ്സിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നീ ഭാര്യ എന്ന സ്ഥാനം വഹിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഗീതു ഇങ്ങനെ മാക്സിമം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. രാധിക അതിനനുസരിച്ച് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. നീ ചെവിയിൽ നുള്ളിക്കോളാൻ പറഞ്ഞു ഗീതുവിനോട്. ഏത് നിമിഷവും നിന്റെ പിന്നാലെ മരണം അടുത്തടുത്ത് വരുന്നുണ്ടെന്നുള്ള തിരിച്ചറിവിൽ നീ ജീവിച്ചിരുന്നോളണം, അല്ലെങ്കിൽ ജീവിച്ചോളണം. ഈ രാധിക ജീവനോടെ ഇരിക്കുമ്പോൾ അറക്കൽ തറവാട്ടിൽ അന്തസ്സായി വാഴാമെന്ന് നീ വിചാരിക്കണ്ട. നിന്നെ ഞാൻ വാഴിക്കത്തില്ലെന്ന് പറഞ്ഞു. നിന്റെ മരണം ഈ വിരൽ തുമ്പുകളിലാണെന്നും അത് ആലോചിച്ച് വേണം നീ മുന്നോട്ട് പോകാനെന്നും പറഞ്ഞു. നമ്മുടെ ഗീതുവിന് മാന്യമായിട്ടങ്ങ് നിന്നങ്ങ് കൊടുത്തു. രാധിക അങ്ങോട്ട് കയറി അങ്ങ് വിരകി അങ്ങ് വേളിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ അത് മുഴുവൻ ക്യാമറ പതിഞ്ഞത് പാവം രാധിക അറിഞ്ഞില്ല. എന്തായാലും നമ്മുടെ ഗീതു രാധികയ്ക്കിട്ടുള്ള പണിയെല്ലാം കൂടെ ശരിക്കൂട്ടി ക്യാമറയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും നന്ദിയുണ്ട് രാധികാമ്മേ, ഒത്തിരി നന്ദിയുണ്ടെന്ന് നമ്മുടെ ഗീതു പറഞ്ഞു. നിന്നെ കൊല്ലാൻ പോകുന്ന എനിക്ക് എന്തിനാടി നീ നന്ദി പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ വെറുതെ ഒരു രസത്തിന്. എന്തായാലും രാധികാമ്മ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞല്ലോ, സന്തോഷം. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. എന്നും പറഞ്ഞ് നമ്മുടെ ഗീതു അവിടെ നിന്ന് അങ്ങ് പോയി. ഗീതു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവക്ക് എന്നാ പറ്റിയത്? കിളി പോയതായിരിക്കും എന്നും പറഞ്ഞ് രാധിക ഇങ്ങനെ നിൽക്കണം. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഗീതു അതെല്ലാം സ്വരുക്കൂട്ടി വെച്ചു. ഇതൊന്നും അറിയാതെ രാധികയാണെന്നുണ്ടെങ്കിൽ ഗീതുവിനെ കൊല്ലുന്നതിൻ്റെ കാര്യങ്ങളുമായിട്ട് നമ്മുടെ കൂട്ടുകാരിയെ വിളിച്ചതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ പറയുവാണ്. ഗീതുവിനെ താൻ വെല്ലുവിളിച്ചെന്നും ഗീതുവിൻ്റെ മുന്നിൽ തനിക്ക് ഒരു തവണയെങ്കിലും ജയിക്കണമെന്നും അവളുടെ ശവം എൻ്റെ മുന്നിൽ വീഴണം, എനിക്കത് കാണണമെന്നും പറഞ്ഞുകൊണ്ടായിതേ വിളിച്ചു പറയുന്നത്. സുവർണ നേരം പറഞ്ഞു, മേഡം ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട, വിത്തിൻ ഇത്ര ഡേയ്സിനുള്ളിൽ കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും അത് വേറെ. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വരുണിനെ ലക്ഷ്യമാക്കി ഗീതു നടത്താൻ തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ ഇവരുടെ എല്ലാം മുന്നിൽ ഇങ്ങനെ ഒന്നും അറിയാതെ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ വിരകി നടക്കുകയാണ്. അങ്ങനെ നടക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഗീതു വരുണിൻ്റെ അടുത്തേക്ക് ചെന്നു. വരുണിൻ്റെ അടുത്ത് ചെന്നു വരുണിനെയും പ്രകോപിതനാക്കുന്നു. അപ്പോൾ വരുണിൻ്റെ മുന്നിൽ ചെന്നു വരുണിനോട് ഓരോന്നോരോന്ന് ഇങ്ങനെ കിളിക്കിളി ചോദിക്കുന്നു, പറയുന്നു. വരുൺ നേരത്തേക്കും നിക്കക്കള്ളി കേട്ട്, അതായത് ഗീതു മരിക്കാതെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയല്ലേ. അങ്ങനെ നിൽക്കുന്ന ഗീതുവിനോട് ഭയങ്കര കലിപ്പ്. അങ്ങനെ ഗീതുവിൻ്റെ മുന്നിൽ നോക്കി, നിന്നെ മാത്രമല്ലടി, നിന്റെ ഭർത്താവെന്ന് പറഞ്ഞ അവനെയും, അതായത് ആ ഗോവിന്ദനെയും ഞാൻ കൊന്നിരിക്കും. നീയും അവനും ഈ അറക്കൽ തറവാട്ടിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാകും. അതോടുകൂടി ഈ കണ്ട സ്വത്തുക്കൾ മുഴുവൻ ഞങ്ങളുടേതാവും എന്നൊക്കെ പറഞ്ഞ ഡയലോഗുകൾ അങ്ങനെ വേറെ ഇറക്കി. അതും ഗീതു മുഴുവനും കേട്ടു. മുഴുവനും അച്ചടിച്ച പോലെ ആ മാലയിലേക്ക് അങ്ങ് പതിഞ്ഞു. എന്തായാലും ഇതൊന്നും അറിയാതെ ഇവൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നും നമ്മുടെ വരുൺ തന്നെ അങ്ങ് തുറന്നു പറഞ്ഞു. അതെല്ലാം സ്റ്റോർ ചെയ്ത് നമ്മുടെ ഗീതു നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോരുക. എന്തായാലും വരുണും പെട്ടു. ഇത് കഴിഞ്ഞപ്പോഴേക്കും സുവർണയാണ് അടുത്തത്. സുവർണയുടെ അപ്പോൾ ഓരോ ദിവസം പിന്നിട്ടാട്ടോ നമ്മുടെ ഗീതു ഇത് ചെയ്യുന്നത്, അല്ലാണ്ട് ഒറ്റ ദിവസമല്ല. ഓരോ ദിവസവും ഓരോരുത്തരെ പിടിച്ച് നിർത്തിയിരിക്കുക. ഗീതു എന്നിട്ട് ഇതെല്ലാം നമ്മുടെ രേഖയായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ക്യാമറ പിടിക്കുന്നതും കാര്യങ്ങളൊന്നും അല്ല,
അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ രേഖേച്ചി ആരൊക്കെയാണ് ചതിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് വഞ്ചിതരായിട്ടുള്ളവർ അവരെ എല്ലാവരെയും നമ്മൾ നേർക്ക് നേരെ കാണിച്ചു കൊടുക്കും. രേഖേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, രേഖേച്ചിയുടെ ജീവിതം രേഖേച്ചിക്ക് തിരിച്ചിട്ടു, അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ കേട്ട് നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുന്നു നമ്മുടെ രേഖയും. അപ്പം രേഖയ്ക്ക് ഇതിനകത്ത് എന്താണ് ഗീതു ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഗീതു എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ ഗീതു സത്യസന്ധമായി ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യം രേഖയ്ക്ക് അറിയാം. രേഖ ഗീതുവിൻ്റെ കൂടെ തന്നെയാണെന്നും സമ്മതിച്ചു. ഇത് കഴിഞ്ഞ് നേരെ പോകുന്നത് സുവർണയുടെ അടുത്തേക്ക്. സുവർണയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ സുവർണയായിട്ട് ഇങ്ങനെ കൊമ്പ് കോർത്ത് സുവർണ പറഞ്ഞു, അതെടി ഞാൻ തന്നെയാടി കൊലയാളിയെ ഇറക്കിയത് നിന്നെ കൊല്ലാൻ. ഗോവിന്ദ് സാറിൻ്റെ ഭാര്യയായി രാധിക മേഡത്തിനും വരുൺ സാറിനും ഭീഷണിയായി നീ അറക്കൽ തറവാടിൻ്റെ അവകാശിയായി ജീവിക്കാമെന്ന് ഒരിക്കലും കരുതണ്ട. ഒരിക്കലും നിനക്ക് അതിനുള്ളൊരു അവസരം ഉണ്ടാവില്ല. ഈ സുവർണ അതിനെ അനുവദിക്കില്ല. നിന്നെ കൊന്നു തള്ളിയിട്ടേ സുവർണ ഈ നാട് വിടുള്ളൂ അല്ലെങ്കിൽ രാജ്യം വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതും ഗീതു കേട്ടു. എല്ലാവരിൽ നിന്നും തെളിവുകളൊക്കെ ശേഖരിച്ച് നമ്മുടെ ഗീതു ഇതെല്ലാം കൊണ്ടുപോയി എഡിറ്റ് ചെയ്ത് റെഡിയാക്കണമല്ലോ. നമ്മുടെ ഗീതു അതിനുള്ള പണിപ്പുരയിലായി ഇനി അങ്ങോട്ട്. ഇതേ സമയത്താണ് ഗീതുവിനെ തകർത്തുകൊണ്ട് ആ ഒരു വിശിഷ്ട അതിഥി, അതായത് ഗോവിന്ദൻ്റെ ജീവിതത്തിൽ കയറാനിരുന്ന ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നത്. വേറെ ആരുമല്ല, വിജയലക്ഷ്മി മേഡത്തിൻ്റെ മോള് രഞ്ജു. അപ്പം രഞ്ജു ഓഫീസിൽ വന്ന് അവളുടേതായ സ്ഥാനം ഉറപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോഴേക്കും ഗോവിന്ദൻ ഇത് കണ്ടറിഞ്ഞ് ഗോവിന്ദൻ അങ്ങോട്ടേക്ക് ചെന്നു. പിന്നെ മൊത്തത്തിൽ സീനായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജു വന്നത് ഒട്ടും ഗോവിന്ദന് ഇഷ്ടപ്പെട്ടില്ല. ഗോവിന്ദനാണെങ്കിൽ രഞ്ജുവിനെ അവിടെ നിന്ന് അടിച്ചിറക്കാനായിട്ട് തുടങ്ങുന്നു. ഈ സമയത്ത് ഗീതു വന്നപ്പോൾ ഗീതു ഇതെല്ലാം കണ്ടല്ലോ, ഗോവിന്ദൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ രഞ്ജു പറഞ്ഞു, നീ എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. നിന്റെ സ്ഥാനത്ത് ഇയാളുടെ ഭാര്യയായി വരേണ്ടിയിരുന്നവൾ ഞാനാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഗീതു ഞെട്ടി. അപ്പോൾ ഇവളെ ഉദ്ദേശിച്ചാണോ ഇത്രയും നാളും ഗോവിന്ദേട്ടൻ ഒരാളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പോലും ഗീതു ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചു പോയി. അങ്ങനെ ഗീതു അമ്പരപ്പോട് കൂടി നിൽക്കുമ്പോൾ ഗോവിന്ദനും ഞെട്ടി. ഇവളെല്ലാം വിളിച്ചു പറഞ്ഞില്ലേ, കളി കാര്യമായില്ലേ, ഗീതാഞ്ജലി ഇത് കേട്ട് തകർന്നു പോകുമെന്ന് ഗോവിന്ദൻ അറിയാം. അപ്പോഴേക്കും നീ ആവശ്യമില്ലാത്തത് പറയാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോടിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറക്കി വിടാനൊക്കെ രഞ്ജുവിനെ നോക്കുന്നുണ്ട്. പക്ഷേ രഞ്ജു പോവുകയാണെങ്കിലും ഞാനിത് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോവുകയാണെന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത്. ഞാൻ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇതിനൊക്കെയുള്ളൊരിത് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി പോകുന്നത്. അപ്പോൾ ഗോവിന്ദന് ഗീതുവിൻ്റെ മുന്നിൽ ഇനി രഞ്ജു ആരാണെന്ന് പറയാതെ രക്ഷയില്ല. അങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കിയിട്ട് പോകുന്ന നമ്മുടെ രഞ്ജു നേരെ ചെല്ലുന്നതും യാദൃശികമായി കണ്ടുമുട്ടുന്നതും സ്വന്തം അമ്മയെ. ആ അമ്മ മകളെ വിളിച്ചപ്പോൾ അമ്മയെ കൊല്ലാനുള്ള ദേഷ്യത്തോടു കൂടി അമ്മയോട് ഭയങ്കരമായി ഷൗട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് രഞ്ജു അങ്ങ് പോയി. അങ്ങനെ ഇതിനുള്ള ഒരു മൊത്തത്തിൽ, അതായത് ഗോവിന്ദൻ്റെ ആദ്യത്തെ ഭാര്യ എന്ന് തന്നെ പറയാം. ശരിക്കും കല്യാണമൊക്കെ ഉറപ്പിച്ച് ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയതായിരുന്നു. ആ പുള്ളിക്കാരിയാണ് നമ്മുടെ ഗോവിന്ദൻ്റെ മുന്നിലേക്ക് വന്നത്. പ്രത്യേകിച്ച് ഗീതുവിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, അതായത് നിന്റെ സ്ഥാനത്ത് ഇരിക്കേണ്ടവളായിരുന്നു ഞാനെന്ന്. അത് കേട്ട് ഗീതു തകർന്നു നിൽക്കുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് മൊത്തത്തിൽ സത്യം തെളിയിക്കലിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.